സഹപ്രവർത്തകരെ, നമ്മൾ മോക്ക് പോൾ ആരംഭിക്കാൻ പോവുകയാണ്. മോക്ക് പോൾ ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഏതെല്ലാമാണെന്ന് പരിചയപ്പെടാം. ആദ്യമായി ബാലറ്റ് യൂണിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിംഗിൾ പോസ്റ്റ് ബാലറ്റ് യൂണിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ബാലറ്റ് യൂണിറ്റ് സിംഗിൾ പോസ്റ്റ് ബാലറ്റ് യൂണിറ്റാണ്. ബാലറ്റിൻ്റെ രണ്ട് ഭാഗവും സീല് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ടാവും. സീല് ചെയ്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. രണ്ടാമത് നിങ്ങൾക്ക് വരുന്നത് VVPAT മെഷീനാണ്. VVPATൽ ഓൾറെഡി പേപ്പർ ഇൻസേർട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിൻ്റെ പുറകുവശത്താണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. ബാലറ്റ് യൂണിറ്റിൽ നിന്നും VVPATലേക്കാണ് നമ്മൾ കണക്ഷൻ നൽകുന്നത്. VVPATൻ്റെ പേപ്പർ റോളിൻ്റെ ഭാഗം വെർട്ടിക്കലായിട്ട് വേണം നിൽക്കാൻ ഉള്ളത്. വെർട്ടിക്കലായി നിന്നാൽ മാത്രമേ പേപ്പർ റോൾ ആവുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. ബാലറ്റ് യൂണിറ്റിൽ നിന്നും നമ്മൾ VVPATലേക്കാണ് കണക്ഷൻ കൊടുക്കുന്നത്. VVPATൽ നിന്നും നമ്മൾ കണക്ഷൻ നൽകുന്നത് കൺട്രോൾ യൂണിറ്റിലേക്കാണ് കണക്ഷൻ നൽകുന്നത്. കൺട്രോൾ യൂണിറ്റിൽ കണക്ഷൻ നൽകി കഴിഞ്ഞാൽ മെഷീൻ നമ്മൾ ഓൺ ചെയ്യുന്നു. മെഷീൻ ഓൺ ചെയ്ത് മെഷീനിൽ ആവശ്യമായിട്ടുള്ള ഡിസ്പ്ലേകൾ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഡിസ്പ്ലേയിൽ ബാറ്ററി ഹൈ എന്നുള്ളത് തന്നെ ആയിരിക്കണം വരേണ്ടത്. എല്ലാ ഡിസ്പ്ലേകളും വരും. ഏതാണ് സീരിയൽ നമ്പർ, എത്ര കാൻഡിഡേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ബാറ്ററി ലോ ആണോ ഹൈ ആണോ എന്നുള്ളതെല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. നമ്മൾ കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്യുകയാണ്. കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ VVPATൻ്റെ പച്ച ബട്ടൺ കത്തും. ഒരു ഫ്ലാഷ് ലൈറ്റ് വരും. 7 സ്ലിപ്പുകൾ മുറിഞ്ഞു വീഴും. ഈ 7 നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല. ഇത് നമ്മൾ എടുത്തു മാറ്റിയിട്ട് 50 വോട്ട് ചെയ്യുന്നത് മാത്രമേ നമ്മൾ കൗണ്ട് ചെയ്യുകയുള്ളൂ. സമയം 5:30 എത്ര പോളിംഗ് ഏജന്റുമാർ വന്നിട്ടുണ്ട്? ഒരാളെ എത്തിയിട്ടുള്ളൂ അല്ലേ? നമുക്കൊരു 15 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. ഇനി വേറെ ആരെങ്കിലും കൂടെ ഒന്ന് വരുന്നുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് മോക്ക് പോൾ സ്റ്റാർട്ട് ചെയ്യാം. പോളിംഗ് ഏജന്റുമാർ എത്തിയല്ലോ അല്ലെ? 2 പേരും കൂടെ എത്തി. അപ്പൊ 3 പേരായി. എന്നാൽ നമുക്ക് മോക്ക് പോൾ സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ മോക്ക് പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 50 വോട്ടാണ് ചെയ്യുക. എല്ലാ നോട്ട ഉൾപ്പെടെ 50 വോട്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും കൂടെ 50 വോട്ടാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാ സ്ഥാനാർത്ഥികൾക്കും വോട്ട് രേഖപ്പെടുത്തണം. മെഷീൻ കുറ്റമറ്റതാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു ഉപാധിയാണ് ഈ മോക്ക് പോൾ എന്ന് പറയുന്നത്. നമുക്കെന്നാ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാലോ? ചെയ്തോളൂ. അടുത്ത ആള് വോട്ട് ചെയ്തോളൂ. ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് ഒന്ന് നോട്ട് ചെയ്യൂ. ചെയ്തോളൂ. അടുത്ത ആൾ ചെയ്യും. വോട്ട് ചെയ്യുന്ന ആൾക്ക് തന്നെയല്ലേ VVPAT സ്ലിപ്പ് കട്ടായി വീഴുന്നതെന്ന് കൂടി ചെക്ക് ചെയ്തോളൂ. നിങ്ങൾ വോട്ട് ചെയ്ത ആൾക്ക് തന്നെയാണല്ലേ സ്ലിപ്പ് വീഴുന്നതെന്ന് നോക്കൂ. ഓക്കെ, ചെയ്തോളൂ. നമുക്ക് 50 എണ്ണം ചെയ്യേണ്ടതുണ്ട്. നോട്ട് അടക്കം ചെയ്യണം. പ്രിസൈഡിംഗ് ഓഫീസർ നോട്ട് ഒന്ന് ചെയ്യണം. ഞാൻ നോട്ടയ്ക്ക് കൂടെ ഒന്ന് അമർത്തണേ. ഇനിയിപ്പോ 2 സ്ഥാനാർത്ഥികൾ കൂടെ വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. ഞാൻ അതുകൂടെ ഒന്ന് അമർത്തുന്നു. ചെയ്തോളൂ. കഴിഞ്ഞു. നമ്മൾ മോക്ക് പോൾ അവസാനിപ്പിക്കുകയാണ്. 50 വോട്ട് എല്ലാ കാൻഡിഡേറ്റ്സിനും നോട്ട ഉൾപ്പെടെ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് റിസൾട്ട് നോക്കാം. ക്ലോസ് ചെയ്തു.
നമ്മൾ മോക്ക് പോൾ ചെയ്ത് ടോട്ടൽ പോൾഡ് വോട്ട്സ് 50 എന്നുള്ളത് കിട്ടി. പോൾ ക്ലോസ്ഡ് എന്നുള്ളതും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ക്ലോസ് ചെയ്തു. 50 വോട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് റിസൾട്ട് നോക്കാമല്ലോ അല്ലെ? വന്നോളൂ, റിസൾട്ട് നോക്കിക്കോളൂ. നമ്മളിതില് ഓരോ കാൻഡിഡേറ്റിനുള്ളത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അതാത് കാൻഡിഡേറ്റിന്റെ. അപ്പൊ നമുക്ക് റിസൾട്ട് നോക്കാം. പോൾഡ് റിസൾട്ട് വരും. ടോട്ടൽ പോൾഡ് വോട്ട്സ് 50 എണ്ണം. ഒന്നാമത്തെ കാൻഡിഡേറ്റിന് 4, രണ്ടാമത്തെ കാൻഡിഡേറ്റിന് 1, മൂന്നാമത്തെ കാൻഡിഡേറ്റിന് 2, കാൻഡിഡേറ്റ് 16ന് 3 വോട്ട്. നമ്മുടെ എല്ലാ കാൻഡിഡേറ്റിൻ്റെയും വോട്ട് വിവരം കിട്ടി. അവസാനം എൻഡ് ഡിസ്പ്ലേയും വന്നു. ഇനി നമ്മൾ ഈ റിസൾട്ട് കഴിഞ്ഞ് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ചെയ്യാം. അതിനു മുൻപായിട്ട് നമുക്ക് നമ്മുടെ VVPAT മെഷീനിലെ സ്ലിപ്പുകൾ വീണതും കൂടി ഒന്ന് എണ്ണാനുണ്ട്. VVPAT മെഷീൻ്റെ കവർ തുറക്കുന്നു. നമ്മുടെ സ്ലിപ്പുകൾ നമ്മൾ എടുത്ത് നമ്മുടെ VVPATൻ്റെ ഇതിനകത്ത് ഒരെണ്ണം പോലും ഒരു സ്ലിപ്പ് പോലും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുന്നു. നമ്മുടെ VVPAT സ്ലിപ്പും കൂടെ നമ്മൾ എണ്ണി ബോധ്യപ്പെടുത്തുന്നു. ടെസ്റ്റ് സ്ലിപ്പ് നമ്മൾ എണ്ണൂല, അത് നമ്മൾ മാറ്റിവെച്ച് ബാക്കിയുള്ളത് മാത്രമേ നമ്മൾ എണ്ണുകയുള്ളൂ. അത് ഓരോ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതും അനുസരിച്ച് നമ്മൾ എണ്ണി മാറ്റിവെക്കും. സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടുകൾ ഇതാണ്. സ്ലിപ്പ് നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചതും ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കിക്കോളൂ. ഒന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് 4 വോട്ട്, അങ്ങനെ 2, 3 നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചതും ശരിയല്ലേ? ശരിയാണ്. അപ്പൊ നമുക്കത് പാക്ക് ചെയ്യാലോ. മുഴുവൻ സ്ലിപ്പുകളും നമ്മൾ ഈ കറുപ്പ് കവറിന്റെ ഉള്ളിലേക്കിട്ട് പിങ്ക് പേപ്പർ സീൽ കൊണ്ട് നമ്മളിത് സീൽ ചെയ്യേണ്ടതാണ്. റിസൾട്ടിന് ശേഷം നമ്മൾ ക്ലിയർ ചെയ്യണം. ഈ മെഷീൻ നമുക്ക് ക്ലിയർ ചെയ്യണം. നമ്മൾ ഇതുവരെ പോൾ ചെയ്ത മോക്ക് പോൾ റിസൾട്ടുകൾ മുഴുവനും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. എല്ലാ കാൻഡിഡേറ്റിനും പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം 0 എന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. കാൻഡിഡേറ്റ് 15-0, 16-0 വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ എല്ലാ കാൻഡിഡേറ്റ്സിനും 0 ആണ് എന്ന് ഉറപ്പുവരുത്തി ആ പ്രോസസ്സ് കഴിയുകയും ചെയ്തിട്ടുണ്ട്. എൻഡ് പ്രോസസ്സായിട്ടുണ്ട്. നമ്മൾ ഏജൻസിന് ലാസ്റ്റ് 0 ആണ് ഇത് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്ത് കാണിച്ചു കൊടുക്കും. ടോട്ടൽ പോൾഡ് വോട്ട് 0 എന്നുള്ളതും നമ്മൾ ബോധ്യപ്പെടുത്തി. ERC ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ടോട്ടൽ 0 എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ മോക്ക് പോൾ സർട്ടിഫിക്കറ്റിൽ ഏജന്റുമാരുടെ സിഗ്നേച്ചർ വാങ്ങിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് 7 മണിക്ക് ആക്ച്വൽ പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്.